നമസ്കാരം. ശീതളിസത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സ്നേഹത്തുമ്പികൾക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുദിനാശംസകൾ. ദിവസം ഏതായിരുന്നാലും നമ്മുടെ കർമ്മം അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഷിയാസ് കരീം എന്ന സീരിയൽ നടനും അനു ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമൊക്കെ ആയ അനുവും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു രംഗം, ഇവരുൾപ്പെടുന്ന ഒരു രംഗം. അതായത് ഏതോ ഒരു വിവാഹ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ആഹാരം കഴിക്കാൻ പോവുകയാണ്. ആ പരിസരത്ത് നമുക്കറിയാം, ഈ നടന്മാരും നടിമാരും ഒക്കെ പോകുന്നതിൻ്റെ പിറകെ മൊബൈൽ ക്യാമറകളും ഓണാക്കി ഒരുപാട് ഓൺലൈൻ ചാനലുകാരും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ക്യാമറയുമായിട്ട് നിൽക്കെ തന്നെ ഈ ഷിയാസ് കരീം എന്ന വ്യക്തി, എന്ന നടൻ ഈ അനുവിനോട് ചോദിക്കുകയാണ്, നീ ബീഫ് കഴിക്കില്ലേ, നീ ബീഫ് കഴിക്കുന്നില്ലേ, നീ ബീഫ് കഴിക്കുന്നില്ലേ. അതായത് അവിടെ ഓൾറെഡി കല്യാണത്തിൻ്റെയൊക്കെ ഒരു ബഹളവും തിരക്കും പാട്ടും ഒക്കെ ഉണ്ട്. അതിന് മുകളിൽ നിൽക്കണം തൻ്റെ ശബ്ദം എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് തന്നെ ഉച്ചത്തിൽ ചോദിക്കുകയാണ്. അതായത് ഈ ചോദിക്കുന്ന ചോദ്യം ഈ ക്യാമറകളിലൂടെ, ഈ മൊബൈൽ ക്യാമറകളിലൂടെ മൈക്കിൽ കിട്ടണം, മനുഷ്യർ കേൾക്കണം. ആ രീതിയിൽ ചോദിച്ചു. അതെന്താ നീ ബീഫ് കഴിക്കാത്തത്, നീ ഡയറ്റിങ്ങിലാണോ അതോ നീ BJP ആണോ എന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം ഇതൊരു ചർച്ചയാകും, ഇത് കുറച്ച് പ്രശ്നമാകും. അതാകാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഈ ഷിയാസ് കരീം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഇതിന് പിന്നിലെ ഫസ്റ്റ് സൈക്കോളജി എന്ന് പറയുന്നത്, ഒരാളെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ചർച്ചയ്ക്ക് വിഷയമാകാനും സാധ്യതയുള്ള ഒരു വിഷയത്തെ പിടിച്ച് അങ്ങനെ ശ്രദ്ധ തേടുക എന്നുള്ള ഒരു സൈക്കോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായത്. ചില സംവിധായകന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ സിനിമകൾ എടുത്തിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്നവർ സൂപ്പർ താരങ്ങളെക്കുറിച്ചും ഓരോ നടിമാരെക്കുറിച്ചും ഒക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറയും. അങ്ങനെ അവർ ശ്രദ്ധിക്കപ്പെടും. ആ ഒരു രീതിയാണ് ഈ ഷിയാസ് കരീം കാണിച്ചത്. ഏതായാലും ഷിയാസ് കരീം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന മറ്റുള്ള ആളുകളുടെ വീഡിയോകളിൽ പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടു. അതൊന്ന് കാണാം. ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയോ? ഇവിടെ BJP-കാരാണ്. ഞാനൊരു BJP-കാരിയല്ല കേട്ടോ. പക്ഷെ ഈ പറയുന്ന സാധനം എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഷിയാസ് പറയുന്നത് ഒട്ടും മനസ്സിലായില്ല. ഷിയാസ് എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് മനസ്സിലായി, പക്ഷെ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയില്ല. BJP-കാരാണ് ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. ബീഫിനെതിരാണ് BJP-കാർ. ഈ ബീഫ് എന്ന് പറയുന്നത് പോത്തിറച്ചിയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങൾ പോത്തിറച്ചി എന്ന് പറയും. എല്ലാവരും പോത്തിറച്ചി കഴിക്കുന്നവരെ, ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാവരും. BJP-കാരും പോത്തിറച്ചി കഴിക്കില്ല എന്നാര് പറഞ്ഞു? ഇനി ബീഫ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഷിയാസ് കരീം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇവിടെ എന്തെങ്കിലും വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ടോ കേരളത്തിൽ ബീഫ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? BJP നേതാക്കൾ വരെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോത്തിറച്ചി കഴിക്കാറുണ്ട്, നല്ല പോത്തിറച്ചി കിട്ടിയാൽ കഴിക്കും. അതിനെന്താ പ്രശ്നം? എന്താ ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് എന്തിനാ? അല്ലെങ്കിൽ ഒരു ആഹാരത്തിന്റെ പേരിൽ വർഗീയത കൊണ്ടുവരുന്നത് എന്തിനാ? അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത്, എന്ത് നീ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത? സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാണ്. അതെന്താ ഡയറ്റിംഗ് ആണോ എന്ന് ചോദിച്ച് അവിടെ നിർത്താമല്ലോ. നീ ബീഫ് കഴിക്കാത്തത് എന്താ, നീ BJP ആയതുകൊണ്ടാണോ? അപ്പൊ നീ പന്നിയിറച്ചി കഴിക്കാത്തത് എന്താ, നീ മുസ്ലിം ആയതുകൊണ്ടാണോ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പന്നിയിറച്ചി കഴിക്കുന്നവരുണ്ട്, അവരത് കഴിക്കും. പോത്തിറച്ചി കഴിക്കുന്നവരുണ്ട്, അവരത് കഴിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം. അതുമായിട്ട് ഈ മതത്തിനെയും രാഷ്ട്രീയത്തിനെയും ബന്ധിപ്പിക്കുന്നത് എന്തിനാണ് വെറുതെ? ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഇയാളുടെ ലക്ഷ്യം മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രീയ കലാപം, അതിലുപരി ഒരു വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രതികരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുറച്ച് ദിവസം ഇയാൾക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം, ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കണം, ശ്രദ്ധിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെന്തിനാ ഞാൻ ഈ വിഷയമെടുത്ത് സംസാരിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇവൻ ഏതായാലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയമെടുത്തത്. ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ, എൻ്റെ പെരുമ്പാവൂർ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഫണ്ണായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. നീ ബീഫ് കഴിക്കാത്ത എന്താ, നീ BJP-കാരനായതുകൊണ്ടാണോ എന്ന്? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തുദ്ദേശിച്ചാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഈ ബീഫ്, പോത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, മട്ടൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഓവറായിട്ട് കഴിച്ചാൽ അത് ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പുണ്ടാക്കും. അത് ശരീരത്തിലെ കൊളസ്ട്രോളൊക്കെ കൂട്ടും. ഹൃദയാരോഗ്യത്തിന് നല്ലതല്ല. ആരോഗ്യത്തിന് പൊതുവെ ഈ ചുവന്ന ഇറച്ചി കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തുന്ന നല്ലൊരു വിഭാഗം വിവരമുള്ള മലയാളികൾ കേരളത്തിലുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കുന്നവരുണ്ട്. അല്ലാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ കഴിക്കുന്നവരാണ് ഏകദേശം മലയാളികൾ എല്ലാവരും. അത് ഫണ്ണാണ്. അപ്പൊ കൂട്ടുകാർക്കിടയിൽ ഇതൊക്കെയായിരുന്നു ഫൺ അല്ലേ? ഇനിയുമുണ്ടോ ഇതുമാതിരിയുള്ള ഫണ്ണുകൾ?
നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ എന്നെ ഇതിനൊക്കെ എന്താ മറുപടി പറയണ്ടേ? പന്നിയിറച്ചി അടിപൊളിയാ, ഒലത്തി തിന്ന അടിപൊളിയാ, ഒലത്തി തിന്നിട്ടില്ല, ഒലത്തി തിന്നാത്തത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സൈഡ് നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യത്തെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. എൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് പന്നിയിറച്ചി ഹറാമാണ്, അത് ഉപയോഗിക്കരുതെന്ന്, അതുകൊണ്ടാണ് ഞാനത് കഴിക്കാത്തത്. അതുപോലെ ഹിന്ദുക്കളിലും ചിലർ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പശു ഇറച്ചിയെ എവിടെങ്കിലും ബീഫ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, പശുവിൻ്റെ മാംസം ഭക്ഷിച്ചുകൂടാ. അത് മാതാവിന് തുല്യമായിട്ട് കാണപ്പെടുന്ന ഒരു മൃഗമാണ്, ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു മൃഗമാണ്, അതുകൊണ്ട് അതിൻ്റെ മാംസം കഴിക്കില്ല. ചിലർ മീൻ കഴിക്കാത്ത ആളുകളുണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണം കാണും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ പരിഗണിക്കുന്നത് പോലെ മറ്റൊരാൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, അതിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ ബഹുമാനിക്കണ്ടേ? അല്ലെങ്കിൽ അതിനൊരു മര്യാദ കൊടുക്കണ്ടേ? ഇതെന്താണ് ഷിയാസിക്ക പറയുന്നത്? ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വാർത്തകളിൽ ഇടം നേടാനും നിങ്ങൾക്ക് വേറെ ഒരു വിഷയവും കിട്ടിയില്ലേ? നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ എന്നൊക്കെ പറയാവുന്ന ആളല്ലേ? നിങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ഇതൊന്നും പറയാതെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? പിന്നെ കേസ് കോടതിയിൽ കോശൊക്കെ ചെയ്ത്, പിന്നെ ഞാൻ കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അയാൾ പറയുന്നതിന്റെ നിലവാരം കേട്ടോ. കേസെടുക്കുന്ന കേട്ടോട്ടെ, ഞാനങ്ങ് നോക്കിക്കോളാം, കോടതി നോക്കിക്കോളാം, ഞാൻ കൊച്ചുങ്ങളെ ഒന്നും പിടിച്ച് പണിയെടുത്തിട്ടില്ലല്ലോ ഒന്ന്. നല്ല നിലവാരം. നിങ്ങൾ ഏതായാലും പറഞ്ഞാൽ കൂടിപ്പോയി. ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് തുടരും. തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇക്ക? അതോ വേറെ എന്തെങ്കിലും സേവിച്ചിട്ടാണ് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് നിയമത്തിൽ മുൻഗണനയുള്ള കാലത്തോളം ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പെണ്ണുങ്ങളും ഈ ഒരു വിഷയം തമ്മിൽ എന്താ ബന്ധം? പിന്നെ നിങ്ങൾ കോടതിയിൽ കണ്ടോളാം, കേസായെങ്കിൽ കണ്ടോളാം. നിങ്ങൾ മനഃപൂർവ്വം വാർത്ത ഉണ്ടാക്കുകയല്ലേ? നിങ്ങളെപ്പോലുള്ളവരാണ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർ മാത്രമാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ടോക്കിൻ്റെ ഭാഗമായിട്ടാണ് അത് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ മൊബൈൽ ക്യാമറകൾ ചുറ്റും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്കത് പറയാമായിരുന്നു. നിങ്ങൾ ഉച്ചത്തിൽ ഇത് മറ്റുള്ളവർ കേൾക്കണം, ഇതൊരു സീനാക്കണം എന്ന് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതല്ലേ? അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താ? BJP-ക്കാർ ഇതൊരു പ്രശ്നമായിട്ട് ഉയർത്തണം. അവരാരും ഇതൊന്നും ഇപ്പോൾ കണ്ട ഭാവം നടിക്കുന്നില്ല. അവർക്കാർക്കും ഇതിനല്ലല്ലോ സമയം. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ബീഫ് കഴിക്കാത്തത് നീ BJP ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഉടനെ കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങലല്ലല്ലോ അവരുടെ പണി. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികൾ കാണും. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയ തെറ്റാണ്, സമൂഹത്തിനോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാനൊന്ന് പ്രതികരിച്ചത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം, എപ്പോഴും ഒരു ശ്രദ്ധാപാത്രമായിരിക്കണം എന്നുള്ള ചിന്ത അങ്ങ് വിടുക. പല സെലിബ്രിറ്റികൾക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. നിങ്ങൾ എന്ത് ധരിച്ചാലും അത് മറ്റുള്ളവർ ആരാധനയോടെ നോക്കണം, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കപ്പെടണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മോതിരത്തിൻ്റെയോ ബ്രേസ്ലെറ്റിൻ്റെയോ മാലയുടെയോ ഷർട്ടിൻ്റെയോ ഒന്നും ഡിസൈൻ നോക്കാനോ അതിൻ്റെ വില അറിയാനും വേണ്ടിയല്ല മലയാളികൾ ഇവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളുടെ ഈ ഒരു ത്വരയുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനെയും അത് ബാധിക്കും, ജീവിതത്തെയും ബാധിക്കും, മനസ്സമാധാനത്തെ ബാധിക്കും എന്ന കാര്യം എനിക്കറിയില്ല. കാരണം അത് മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇനി എൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും, ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. എടാ, താൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. താൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ ജയിലിൽ പോകേണ്ട കേസൊന്നും ഇല്ല. അത്ര വലിയ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്? ഒരു രീതിയിൽ മാറ്റൂല, അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ, വന്ദേ മാതരം. കൊള്ളാം, അഭിനേതാവ് തന്നെ. വന്ദേ മാതരം എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ അർത്ഥം അറിയാവോ? ഞാൻ പ്രൗഡ് ടു സേ ഐ ആം ഇന്ത്യൻ. ഇത് എൻ്റെ ഇന്ത്യയാണ്, എൻ്റെ ഇന്ത്യ. തെറ്റ്. നമ്മുടെ ഇന്ത്യയാണത്. ആരുടെ? നമ്മുടെ ഇന്ത്യ.